അങ്ങനെ പറയരുത് മോളെ. അമ്മയ്ക്ക് കോളേജിലെ ഓണാഘോഷം കാണണമെന്ന് ആഗ്രഹമില്ലേ? പാചകത്തിനും പായസ വിതരണത്തിനുമെല്ലാം അമ്മ കൂടെ ഉണ്ടാകുന്നത് കല്യാണിക്കൊരു സഹായമാവുമല്ലോ. സംഗതി ഞാൻ വിചാരിച്ചാലും കളർഫുള്ളാ. അതെന്താ അത്ര വലിയ കളർഫുൾ? കോളേജിൽ അല്ലെങ്കിൽ ഇതൊക്കെ പതിവുള്ളതല്ലേ? ഇതങ്ങനെയല്ല അച്ഛാ, വെറൊരു ആഘോഷം മാത്രമല്ല, ഇതിനോടൊപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. കോളേജിലെ വടംവലി അടക്കമുള്ള ഓണാഘോഷങ്ങൾക്ക് പുറമെ എല്ലാവരും കൂടി അടുത്തുള്ള അഗതി മന്ദിരത്തിലേക്കും പോകുന്നുണ്ട്. അവിടെയുള്ള അമ്മമാർക്കും അന്തേവാസികൾക്കും ഓണക്കിറ്റും ഓണക്കോടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവരോടൊത്ത ഓണസദ്യയും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്നുന്റെ മേൽനോട്ടത്തില. ആഹാ, അത് ശരി, കൊള്ളാലോ. ചിന്നുന്റെ മേൽനോട്ടത്തിലോ? അതെ ചന്ദ്രമ്മേ, ചിന്നുവാണ് ഓണാഘോഷ പരിപാടികളുടെയൊക്കെ കൺവീനർ. പിന്നെ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. തീർന്നില്ലേ? ഇല്ല, ചിന്നുവിന്റെ മേൽനോട്ടത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിലൊരു പായസമേളയും ചിപ്സിന്റെ സ്റ്റാളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ കിട്ടുന്ന ലാഭം മുഴുവൻ പഠിക്കാൻ സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആഹാ, അത് നല്ല കാര്യമാണല്ലോ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അവര് ചോദിക്കാതെ തന്നെ സഹായിക്കുന്നത് ചെറിയ കാര്യമല്ല, ഒരു സാമൂഹ്യ സേവനമാണ്. ചിന്നു, അവൾ ഇങ്ങനൊരു കാര്യം ചിന്തിച്ചല്ലോ. എനിക്ക് അവളെ ഓർത്ത് അഭിമാനം തോന്നുക. എന്റെ കുട്ടി മറ്റുള്ളവരുടെ കണ്ണീരൊപ്പം പഠിച്ചല്ലോ. ഇതിലും വലിയൊരു സന്തോഷം എന്താ കിട്ടാനുള്ളത്? ശരിയാണ്, ഓണം എന്നത് വെറും പൂക്കളവും സദ്യയും മാത്രമല്ല, ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയൊക്കെ വേലിക്കെട്ടുകൾ തകർത്ത് മനുഷ്യരെ എല്ലാം ഒന്നായിട്ട് കണ്ട് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കേണ്ട ഏറ്റവും പവിത്രമായ ഒരു നിമിഷമാണ്. അതിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞവളാണ് നമ്മുടെ ചിന്നു. ഓണത്തിന്റെ അർത്ഥം കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഹാപ്പി ഓണം. കല്യാണി, കോളേജിലെ പായസ ഫെസ്റ്റിവലിനുള്ള അരിയും ശർക്കരയും ഒക്കെ പൂജിച്ചിട്ടുണ്ട്. ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വടക്ക് കിഴക്കായി നാളികേരം ഉടച്ചിട്ട് വേണം അഗ്നി തെളിയിക്കാൻ. എല്ലാ വിഘ്നങ്ങളും മാറും, കാര്യങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. എന്തിനാ മോളെ ഇതൊക്കെ? ദേവിക്ക് കാണിക്കായിട്ടേക്ക്. വേണ്ടമ്മേ, അമ്മ എന്തിനാ വെറുതെ അവിടെ വന്ന് കിടന്ന് പാടുപെടുന്നേ? മാത്രമല്ല അതൊരു കോളേജല്ലേ, അമ്മയ്ക്കത് ശരിയാവില്ല. അങ്ങനെ പറയരുത് മോളെ. അമ്മയ്ക്ക് കോളേജിലെ ഓണാഘോഷം കാണണമെന്ന് ആഗ്രഹമില്ലേ? പാചകത്തിനും പായസ വിതരണത്തിനുമെല്ലാം അമ്മ കൂടെ ഉണ്ടാകുന്നത് കല്യാണിക്കൊരു സഹായമാവുമല്ലോ. തിരുമേനി പറഞ്ഞതല്ലേ, അങ്ങനെയാവട്ടെ. മോള് ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തിക്ക് ഭഗവതിയുടെ കരുതലും തുണയും കൂടെ ഉണ്ടാകും.
ഉള്ളപ്പോ പ്രിൻസിപ്പൽ ഓണാഘോഷത്തിന്റെ കൺവീനറായിട്ട് തീരുമാനിച്ചത് കല്യാണിയെയാ. അവളാണെങ്കി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പായസമേള നടത്തി പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ പോകുന്നു. അവളുടെ ഒരു പായസമേള. അവളുടെ പായസമേളയും നടക്കില്ല, പായസമേളവും നടക്കില്ല. അങ്ങനെ ദക്ഷയുടെ നെഞ്ചത്ത് പൊങ്കാലിട്ടിട്ട് ഒരുത്തിയും കോളേജിൽ ഷൈൻ ചെയ്യണ്ട. എടി, നിന്റെ അച്ഛൻ ഹോം മിനിസ്റ്റർ ദയാശങ്കർ സാർ അല്ലേ കോളേജിലെ പായസമേള ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്? അത് മനഃപൂർവ്വം ആ കല്യാണി ചെയ്യിക്കുന്നതാണോ എന്ന എന്റെ ഡൗട്ട്. നിനക്കിത് തടഞ്ഞൂടെ? നിന്റെ അച്ഛനോട് പറഞ്ഞാ വരാതിരിക്കുവോ? അതോടെ കല്യാണിയുടെ പകുതി പരിപാടിയും പൊളിയും. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ദക്ഷ ഒന്ന് വന്നേ. എന്താ? വാ. വാ. ഡി, നിന്റെ ഫ്രണ്ട്സ് പലരും പലതും പറയും. നമ്മുടെ അച്ഛന്റെ ഇമേജിന് ദോഷം വരുന്ന ഒന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? ദക്ഷേ, നിന്നെ തിരുവാതിരക്കാരി തിരക്കുന്നു. എനിക്ക് പ്രാക്ടീസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വാ ഇങ്ങോട്ട്. ഡി, ദക്ഷ, ഡി. ചിന്നു, മോളെ